അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ മജീദാണ്. കഴിഞ്ഞ ദിവസം വാൾപ്പാറ വാഹന അപകടം നിങ്ങൾ അറിഞ്ഞില്ലേ? അപ്പോൾ ഇന്നത്തെ വാർത്ത ന്യൂസിൽ ഞാൻ കണ്ടത് 10 ആൾക്കാർ മരണപ്പെട്ടു എന്നാണ് ഇന്ന് വാർത്തയിൽ കണ്ടത്. ഇതിൻ്റെയൊക്കെ കാരണം പറഞ്ഞാൽ ഇതിൽ 100-ൽ ഒരു 70% പറഞ്ഞാൽ ഡ്രൈവർമാരെ മോശമാണ്. ഡ്രൈവർമാരെ മോശത്തരം പറഞ്ഞാൽ ഇപ്പോൾ ഒരു 8 കൊല്ലം മുന്നേ ഞങ്ങളെ നാട്ടിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഫാമിലി ഇങ്ങനെ ഇതേമാതിരി മിനി ബസ്സിൽ ഇതേമാതിരി ഞങ്ങൾ യാത്ര ചെയ്തിരുന്നു. അതിൽ വെച്ചാൽ ഞങ്ങൾ യാത്ര ചെയ്തുകാണ്ട് ഞങ്ങൾ സ്ഥലമൊക്കെ കണ്ടുകാണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് റിട്ടേൺ മടങ്ങി പോന്നപ്പോൾ ഈ വാഹനം എന്നുവെച്ചാൽ പതുക്കെയാണ് എന്നുവെച്ചാൽ ചുരം ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ മുന്നിലേക്ക് ചെന്നപ്പോൾ ഈ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ എന്നുവെച്ചാൽ കുപ്പിവെള്ളം കൊണ്ട് മുഖം കഴുകാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്തോ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഉറക്കം വരികയാണ്, അതുകൊണ്ടാണ് മുഖം കഴുകണത് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം ഇപ്പോൾ അന്ന് പോരിൻ്റെ ഒരു 3 ദിവസം മുന്നേ ഇതേമാതിരി ഒരു മെയിൻ ടൂർ പോയിങ്ങാണ്ട് വന്ന വ്യക്തിയാണ് ആ വാഹനത്തെ ഡ്രൈവർ. അപ്പോൾ മനസ്സിലായില്ലേ ഉറക്കക്ഷീണം. ഇങ്ങനെയൊക്കെ ഈ ഉറക്കക്ഷീണം വെച്ചുങ്ങാണ്ട് പോകുമ്പോൾ നിങ്ങളെ വാഹനത്തിൽ അനേകം ആൾക്കാരുണ്ടാവും. പല പല സ്വപ്നങ്ങൾ കരുതിയ അനേകം ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്കൂളൊക്കെ പൂട്ടിയോണ്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ ഇപ്പോഴത്തെ സീസണാകാരം. ഈ സീസണിൽ നിങ്ങൾ ഇതേമാതിരി തുടരെ ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതേമാതിരി ആൾക്കാരൊക്കെ നിങ്ങൾ വാഹനം ഓടിക്കുന്ന ടൈമിൽ നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇതേമാതിരി ആൾക്കാരൊക്കെ ഈ ദുരന്തത്തിൽ പെടൂലേ. അപ്പോൾ നിങ്ങൾക്ക് ട്രിപ്പ് എടുത്തോളി. നിങ്ങൾ എന്നുവെച്ചാൽ വേറെ എക്സ്ട്രാ ഡ്രൈവർമാരെ വെച്ചുങ്ങാണ്ട് എന്നുവെച്ചാൽ ഒരാൾ ഓടിച്ചുകാണ്ട് ക്ഷീണിക്കുമ്പോൾ മറ്റേ ആൾക്ക് എന്നുവെച്ചാൽ ഡ്രൈവിംഗ് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുക. ഇതേമാതിരി വെച്ചാൽ കുഴപ്പമില്ല. അപ്പോൾ ദയവ് ചെയ്തുകാണ്ട് ഇങ്ങനെ ടൂറിസ്റ്റ് ബസ് ഓടിക്കുന്ന ഡ്രൈവർമാർ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറെ ഏത് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരായാലും നിങ്ങളെ ക്ഷീണം എന്നുവെച്ചാൽ ഉറക്കക്ഷീണം നിങ്ങൾ അത് മാറ്റിങ്ങാണ്ട് എന്നുവെച്ചാൽ നിങ്ങൾ തലേന്ന് ശരിക്കും ഉറങ്ങിയാണ്ട് ഇതേമാതിരി യാത്രക്ക് പുറപ്പെട്ടുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഇതേമാതിരി ആൾക്കാരുടെ ജീവൻ ഇതേമാതിരി നഷ്ടപ്പെടുന്നു നിങ്ങൾ ഓർക്കണം. ഈ ജീവൻ നഷ്ടപ്പെട്ട ആൾക്കാർക്കും കുടുംബങ്ങളുണ്ട്, അവരെ ഉറ്റുനോക്കുന്ന കുടുംബങ്ങൾ ഉണ്ടെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അസ്സലാമു അലൈക്കും.